എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമൂഹത്തോട് ഒറ്റ വാക്കിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ പരാജയപ്പെട്ട, മാനുഷിക തലങ്ങളിൽ പരാജയപ്പെട്ട ഒത്തിരി സമയമുണ്ട്. പക്ഷെ അതിന് നടുവിൽ തമ്പുരാൻ ഞങ്ങളെ എംപവർ ചെയ്ത് നിർത്തി, കൃപ പൊതിഞ്ഞു തന്നുകൊണ്ട് മാത്രം ബാക്കി നിൽക്കുന്നേ. അതല്ലെങ്കിൽ എപ്പോഴേ മണ്ണോട് മണ്ണ് ചേർങ്ങാൻ പറ്റുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടായത്, പരമ്പരയായിട്ട് വന്ന പ്രതിസന്ധികൾ. എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വന്ന പ്രതിസന്ധിക്കകത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ആടി ഉലഞ്ഞ സമയമുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിൻ്റെ കൃപയുണ്ടേ അത് മതി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ദേശത്തേക്ക് വരുന്നതിനും ഞാൻ അധികം ഇടത്തത് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ദേശത്തേക്ക് വരുന്നതിന് ഒരാഴ്ച പുറകിൽ ഈ കഴിഞ്ഞ 4 വർഷത്തില്ലാത്ത പ്രതിസന്ധിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവൾ കടന്നുപോയി. അതിനു മുമ്പ് കീമോതെറാപ്പി നടന്നതാണ്, 10 മണിക്കൂർ നീണ്ട സർജറി, റേഡിയേഷൻ എല്ലാം നടന്നതാണ്. പക്ഷെ കഴിഞ്ഞ 3.5 വർഷം ശാന്തമായിട്ട് പോയതാ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ വരുന്നതിൻ്റെ ഒരാഴ്ച പുറകിൽ കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അന്ന് തൊട്ട് കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. എന്നാൽ ഒരു മരുന്നല്ല, ഒരുമിച്ച് 4 മരുന്ന് കഴിച്ചിട്ടും ബോഡി അതിനോട് പ്രതികരിക്കാത്ത സമയം വന്നു. ഇവിടേക്ക് വരുന്നതിന് ഒറ്റയാഴ്ച മാത്രം ബാക്കി. ഒത്തിരി പ്രതിസന്ധികൾ വന്നു. ഡോക്ടർമാർ പോലും എന്തെന്ന രീതിയിൽ അമ്പരപ്പെട്ട് നിന്ന സാഹചര്യങ്ങൾ. അടുത്ത ദിവസം സ്കാനിങ് മറ്റു കാര്യത്തിനു വേണ്ടിയെല്ലാം പോയി. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഭ, സമൂഹം, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളെ അറിയാവുന്ന ചില ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ചില പ്രതിസന്ധിക്കകത്ത് മാറാൻ പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മാറില്ല, അതിനകത്ത് എൻ്റെ കൃപ തരും. പക്ഷേ ഈ പ്രതിസന്ധി അനിവാര്യമായി നിന്നപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ അതിനകത്ത് ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കണം. അന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വൈഫ് ഒരു സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തോ തകർന്നു മാറുന്നത് പോലെ അവിടെ ഒരു ദൈവശക്തി ഇറങ്ങി വന്നു. അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല, അടുത്ത കൊളോണോസ്കോപ്പി മറ്റ് ടെസ്റ്റുകളിലൂടെ മുഴുവൻ കടന്നുപോയി. അന്ന് രാത്രി തമ്പുരാൻ്റെ ശക്തി ഇറങ്ങി വന്ന് തകർത്തെറിഞ്ഞു. പണ്ടത്തതിനേക്കാൾ ആ പാത്ത് മുഴുവൻ ക്ലിയറാക്കി ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞത്, ചില നേരങ്ങളിൽ പ്രതിസന്ധികൾ നമ്മെ മുക്കുമെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ നടുവിൽ തമ്പുരാൻ പകരുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ടെങ്കിൽ, ദൈവം പകരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പരാജയപ്പെടത്തില്ല. അതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ മുന്നേറാൻ കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അന്തരാത്മാവിൽ ചില ആഴത്തിലെ മുറിവുകൾക്കകത്ത് ശാക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. അടച്ചിട്ട മുറിക്കകത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ അന്തരാത്മാവ് മുഴുവൻ പ്രതിസന്ധിയാ, മുഴുവൻ ഭയമാ. ഈ ഭയം മാറിയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുമോന്ന് കഴിയില്ല. പക്ഷേ അടച്ചിട്ട മുറിക്കകത്ത് പരസഹായം കൂടാതെ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് ഇറങ്ങി വരാൻ കഴിയുന്നവനുണ്ട്. അവിടുന്ന് അവശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട്, ആണിപ്പാടേറ്റ കരം. ഇപ്പോഴും അവിടുത്തെ ആണിപ്പാട് അവിടുത്തെ കരത്തിലുണ്ട്. ഞാൻ ചിന്തിച്ചു, ഈ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരത്തിനകത്ത് ഈ ആണിപ്പാടിന്റെ ആവശ്യമില്ല, എന്നാൽ അവശേഷിപ്പിച്ചത് അവരുടെ സമാധാനമാ. ഈ ആണിപ്പാടേറ്റ കരം ഇവിടെ ഉണ്ടെങ്കിൽ, തുളയ്ക്കപ്പെട്ടൊരു മാർവുണ്ടെങ്കിൽ, അത് കാണിക്കപ്പെടുന്നത് ഇത് കാണുന്നവരുടെ അകത്ത് ദൈവം തരുന്നൊരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആഴത്തിൽ ഹൃദയത്തിൽ മുറിവേറ്റവർ ഉണ്ടെങ്കിൽ, ആണിപ്പാടുള്ള കരത്താൽ ഇന്ന് രാത്രി തൊടാൻ കഴിയുന്നവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആണിപ്പാടേറ്റ കരത്താൽ മനുഷ്യന് തൊടാൻ കഴിയാത്ത, നാളുകളായിട്ട് ഉണങ്ങാത്ത ഹൃദയ മുറിവുകളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങി വന്ന് ചില ഹൃദയ മുറിവുകളെ, ചില ഹൃദയത്തിന്റെ തകർച്ചകളെ അത്ഭുതകരമായി ഹീൽ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, അല്പനിമിഷങ്ങൾ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ആണിപ്പാടേറ്റ യേശുവിന്റെ കരത്താൽ ഇന്ന് രാത്രി ഇന്നർ ഹീലിംഗുകൾ, ആന്തരിക സൗഖ്യങ്ങൾ ഈ രാത്രി സംഭവിക്കുക. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. ആ ദൈവികമായ ഒരു ഇന്നർ ഹീലിംഗുകൾ ഇന്ന് രാത്രി സംഭവിക്കുക. മനുഷ്യന് തൊടാൻ കഴിയാഞ്ഞത്, സൈക്കാട്രിസ്റ്റുകൾക്ക് തൊടാൻ കഴിയാഞ്ഞത്, മനോരോഗ വിദഗ്ധർക്ക് തൊടാൻ കഴിയാത്തത്, ആഴത്തിൽ തൊടാൻ കഴിയുന്ന യേശുവിന്റെ അത്ഭുത ഇടപെടലുകൾ. ആത്മനിറവിന്റെ ജീവിതം നയിച്ചാൽ മാത്രമേ നല്ല കുടുംബങ്ങൾ പുറത്തു വരത്തുള്ളൂ. ആത്മനിറവിന്റെ ജീവിതം നയിച്ചാലേ നല്ല സമൂഹം പുറത്തു വരത്തുള്ളൂ. അങ്ങനെങ്കിൽ ദൈവം പറയുന്നത്, നല്ല ഭർത്താവാകാൻ അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല. ആത്മനിറവിന്റെ അനുഭവത്തിൽ വന്നാൽ ഒരുവന് നല്ല ഭർത്താവാകാൻ കഴിയും, നല്ല ഭാര്യയാകാൻ കഴിയും. അങ്ങനെയെങ്കിൽ പിശാച് കുടുംബങ്ങൾക്ക് നേരെ ഇന്ന് അഴിച്ചുവിടുന്ന എല്ലാ പ്രതിസന്ധികളിലും ഏറ്റവും പ്രാമുഖ്യമായ പരിഹാരം, ആത്മനിറവിന്റെ ജീവിതം നയിക്കാൻ തയ്യാറായാൽ പിശാചിന്റെ പദ്ധതികളെ
ശത്രുക്കളെ ജയിക്കാൻ അതിന്റെ നടുവിൽ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആത്മനിറവിന്റെ ജീവിതം കുടുംബങ്ങൾക്ക് പരിവർത്തനം വരുത്തും. ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ അടിസ്ഥാനപരമായി ഉറപ്പിക്കുന്ന ഘടകം ആത്മാവ് നമ്മോട് കൈമാറുക. നീ സാധാരണക്കാരനല്ല, നീതീകരിക്കപ്പെട്ടതിലൂടെ നീ ദൈവത്തിന്റെ മകനാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ എനിക്ക് എഴുതപ്പെട്ട മറ്റൊരു കാരണമില്ലെങ്കിലും എൻ്റെ അകത്ത് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ആ ദൈവാത്മാവ് എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഈ നോർത്ത് അമേരിക്കയുടെ കോൺഫറൻസിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കേരളത്തിൽ നിന്ന് കർത്താവ് എനിക്കും അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ ദയയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പിതാവ് തൻ്റെ ഭൗതിക ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒത്തിരി തെരുവുകളിൽ നിന്ന് കർത്താവിനെ പ്രസംഗിച്ച ഒരു തെരുവ് സുവിശേഷകൻ്റെ മകനാണ് ഞാൻ. എൻ്റെ പിതാവിൻ്റെ പാസ്റ്റർമാർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെ ഓർത്ത് 3 പേരിവിടെയുണ്ട്, അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് രാത്രി സഹായിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് ഞാൻ ഇന്ന് രാത്രി മുഖവരയ്ക്ക് അധികം മുതിരുന്നില്ല. കർത്താവിനെ ഏൽപ്പിച്ച ഒരു ചിന്തകളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 ചിന്തകൾ നമ്മുടെ അന്തരാത്മാവിനെ കോരിത്തിരിപ്പിക്കുവാനിടയായി. എംപവേർഡ് ലൈഫ്, ശാക്തീകരിക്കപ്പെട്ട ജീവിതം എന്നതാണ് ഇന്ന് രാത്രി നമ്മുടെ പ്രമേയം. റോമലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് അതിൻ്റെ പ്രധാന പ്രമേയ വാക്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രിയിൽ ആ 12-ന്റെ 1-2 പറയുന്ന യഥാർത്ഥത്തിലുള്ള പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ടതിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു അധ്യായമാണ് 8-ാം അധ്യായം. ആ 8-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണവും അതിൻ്റെ ഇടപെടലിനെ പറ്റിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഈ പ്രമേയത്തിന് 2 ഭാഗമാണുള്ളത്. 1 ശക്തിപ്പെടുക, 2 രൂപാന്തരപ്പെടുക. ശാക്തീകരിക്കപ്പെടുക, രൂപാന്തരപ്പെടുക. ആന്തരികവും ബാഹ്യവുമായി നടക്കുന്ന സമ്പൂർണമായ മാറ്റമാണ് രൂപാന്തരം. ബാഹ്യ പ്രകടനമല്ല രൂപാന്തരം, മറിച്ച് അനുദിന ജീവിതത്തിൽ വരുന്ന പുതുക്കങ്ങൾ, അന്തരാത്മാവിൽ സംഭവിക്കുന്ന സമ്പൂർണ്ണ മാറ്റമാണ് ശരിക്കും രൂപാന്തരം എന്ന് പറയുന്നത്. ഈ രൂപാന്തരത്തിന് ശക്തീകരണം ആവശ്യമാണ്, ശക്തിപ്പെടൽ ആവശ്യമാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് പോലും തൻ്റെ മനുഷ്യത്വത്തിനകത്ത് ഇങ്ങനൊരു ശക്തീകരണം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം കാണുന്നുണ്ട്: നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചുമായ വിവരം നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ പ്രവർത്തന കാലഘട്ടത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ താൻ ശാക്തീകരിക്കപ്പെട്ടു. അവിടെ നിൽക്കുന്നില്ല. അപ്പോസ്തലന്മാരുടെ അനുഭവങ്ങളിലേക്ക് വന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം അവിടെ അപ്പോസ്തലന്മാരോട് യേശു കർത്താവിൻ്റെ കൽപ്പന പറയുന്നുണ്ട്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അവരെ ദൗത്യത്തിന് വേണ്ടി ശാക്തീകരിക്കുന്നതായി അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിതം, കാഴ്ചപ്പാടുകൾ, പരിധികൾ, പരിമിതികൾ ഇതെല്ലാം മാറ്റിമറിക്കുന്നത് പരിശുദ്ധാത്മാവ് അന്തരാത്മാവിൽ നൽകുന്ന ശാക്തീകരണമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അഡ്രസ്സ് പറയാൻ ഒരുവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് നിലനിൽപ്പിനൊരു അവകാശവാദമുണ്ടെങ്കിൽ അത് സ്വയത്തിൻ്റെയല്ല, കഴിവിൻ്റെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അകമ്പടിയായി എൻ്റെ മുമ്പിൽ വെച്ചൊരു കാര്യമല്ല, മറിച്ച് ദൈവാത്മാവ് എന്നെ ശാക്തീകരിച്ചതാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് ഇന്ന് രാത്രി ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ കരമുയർത്തി കർത്താവിന് ഒരു നിമിഷം സ്തോത്രം പറഞ്ഞിട്ട് പറയണം: എന്നെ ശാക്തീകരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഞാൻ റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. ത്രിവിധത്തിൽ അധ്യായത്തെ നമുക്ക് തിരിക്കാൻ കഴിയുന്നുണ്ട്. 1 മുതൽ അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഒരു വിശ്വാസിയുടെ പൊതുജീവിതത്തിൻ്റെ ഉറവിടവും സ്രോതസ്സും ശക്തി എന്നത് പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ ഞാൻ അതിനെ ഒറ്റ വാക്കിൽ പറയാൻ താല്പര്യപ്പെടുന്നു: ആത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ പുതുതായി തീരുകയാണ്. ആത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുന്ന മനുഷ്യൻ പുതുതായി തീരുകയാണ്. 2-ാം ഭാഗം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 30 വരെയുള്ള വാക്യത്തിനകത്ത് ഒരു വിശ്വാസിയുടെ ഭാവി കാല പ്രത്യാശയെ ഉറപ്പിക്കുന്നത് ആത്മാവാണ്. പ്രത്യാശയിൽ ജീവിക്കാൻ ഒരുവനെ ഈ ഭൂമിയിൽ ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിനെ മറ്റൊരു രീതിയിൽ ഞാൻ പറയാം: ആത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുന്ന മനുഷ്യൻ തൻ്റെ പ്രത്യാശയിൽ ഉറപ്പ് പ്രാപിക്കുകയാണ്. അടുത്തത് 3-ാമത്തെ ഭാഗം 8-ന്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത, മാറ്റുവാൻ കഴിയാത്ത സ്നേഹത്തെയും സ്വഭാവത്തെയും നമ്മിൽ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത, മാറ്റുവാൻ കഴിയാത്ത സ്വഭാവത്തെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അല്ലെങ്കിൽ ഇപ്രകാരം ഞാൻ അതിനെ പറയാൻ താല്പര്യപ്പെടുന്നു: ആത്മാവിനാൽ ശാക്തീകരിക്കപ്പെടുന്നവൻ ജയഭേരി മുഴക്കുക, ജയഭേരി മുഴക്കുക. അങ്ങനെയെങ്കിൽ ത്രിവിധ ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് വേഗത്തിൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ വന്നാൽ ഒന്നാമതായി അവൻ പുതുതായി തീരുക. ഈ പുതുക്കത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് ഒരു കരച്ചിലും അതിനപ്പുറത്ത് പൗലോസ് പറയുന്ന ഒരു അവതരണമുണ്ട്. എന്താണ് കരച്ചിൽ? 7-ാം അധ്യായം അതിങ്ങനെ പറഞ്ഞു വരുമ്പം ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി, ന്യായപ്രമാണം മനുഷ്യന്റെ മുമ്പിൽ വെച്ച ശക്തമായ കൽപ്പനകൾ, ന്യായപ്രമാണം നിവർത്തിക്കണം, ആ നിവർത്തിക്കുന്നതിലൂടെ നീതി പ്രാപിക്കണം. എന്നാൽ അവൻ എത്ര പരിശ്രമിച്ചിട്ടും ജഡത്തിനകത്ത് ബലഹീനത ഉള്ളത് കൊണ്ട് തനിക്ക് സ്വയമായി ഈ ന്യായപ്രമാണം നിവർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇത് പറഞ്ഞാൽ പറഞ്ഞതൊന്നും പൂർത്തീകരിക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ല. നന്മ ചെയ്യണമെന്ന് എപ്പോഴൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ അകത്തൊരു തിന്മയുടെ ശക്തിയുള്ളത് കൊണ്ട് തന്നെ തിന്മയിലേക്ക് നയിക്കുക. അലറിക്കരഞ്ഞ കരച്ചിലാണ് 24 കിടക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ടം മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനകത്തു നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നാൽ 7-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞിട്ട്, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്റെ, മരണത്തിന്റെ, അന്ധകാര പാശങ്ങളുടെ, ശാപശക്തികളുടെ, ഇവിടെയുള്ള പാപബന്ധനങ്ങൾക്കകത്തു നിന്ന് മനുഷ്യന് രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, പ്രമാണങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, ന്യായ പ്രമാണം അവന് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇരുന്നപ്പം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും ലോകത്തെ കയച്ച് അടുത്തത് സംഭവിച്ചത്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അവിടുത്തെ ജഡത്തിൽ എന്റെ പകരക്കാരനായി എന്റെ പാപം ഏറ്റെടുത്തപ്പോൾ എനിക്ക് സംഭവിച്ചത്, യേശു ക്രിസ്തു മുഖാന്തരം എന്നിൽ വന്ന സകല അധമാവസ്ഥകളെയും അറുത്തുമാറ്റി, പാപം എനിക്ക് വരുത്തിയ അധമാവസ്ഥകളെ അറുത്തുമാറ്റി യേശു ക്രിസ്തുവിനാൽ എനിക്ക് ജീവൻ സംഭവിച്ചു. അവിടെയാണ് ശാക്തീകരണം ആരംഭിക്കുന്നത്. അധമാവസ്ഥക്കകത്തുനിന്ന് ജീവനിലേക്കൊരു കൈമാറ്റം. അതുകൊണ്ടാണ് ഇട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതങ്ങോട്ട് പറഞ്ഞു വന്ന് ആ സ്വാതന്ത്ര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ പറയുന്നത് ആത്മനിറവിന്റെ ജീവിതത്തെ പറ്റി പറയുകയാണ്. ആ ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അങ്ങനെ പറഞ്ഞാണ് ആ ഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പുതുമയുടെ ജീവിതം. അപ്പം ഈ ശാക്തീകരിക്കപ്പെടുന്ന വ്യക്തി ഏറ്റവും അധികം അടിസ്ഥാനപ്പെട്ട കാര്യം empowered to lead a holy life, ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശാക്തീകരിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ഈ ആത്മാവിനെ നമുക്കകത്തു തന്നത് പുറത്തെഴുതപ്പെട്ട പ്രമാണം കൊണ്ട് അന്തരാത്മാവിൽ അവനെ വരിഞ്ഞു മുറുകുന്ന പാപത്തിന് മോചനം വരാൻ കഴിയാതിരുന്നപ്പോൾ യേശു ക്രിസ്തു കാൽവറിയിൽ ഒരുക്കിയ കൃപയുടെ പ്രമാണത്തിൽ വിശ്വസിച്ച ഒരുവൻ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ ഇപ്പോൾ താൻ നിയന്ത്രിക്കപ്പെടുന്നത് പുറത്തെഴുതിയ പ്രമാണത്താലല്ല, അകത്ത് ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രമാണത്തിലാണെങ്കിൽ പാപത്തെ ആന്തരികമായി ജയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ആ മനുഷ്യന്റെ അകത്തുണ്ടെങ്കിൽ ഇവിടെയുള്ള പാപബന്ധനങ്ങളുടെ മേൽ ആ മനുഷ്യന് ജയമുണ്ട്. കാരണം അന്തരാത്മാവിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. നാം ജയിക്കുന്നത് ബാഹ്യമായിട്ടല്ല, നമ്മുടെ ജയം ആരംഭിക്കുന്നത് ആന്തരികമായിട്ടാണ്. ആന്തരികമായിട്ട് പ്രശ്നം ആന്തരികമായതുകൊണ്ട് തന്നെ ജയം തുടങ്ങുന്നതും ആന്തരികമാണ്. ഹൃദയത്തിനാണ് പരിച്ഛേദന ആവശ്യമുള്ളത് കൊണ്ട്, ഹൃദയത്തിനാണ് പ്രശ്നം കിടക്കുന്നത് കൊണ്ട്, ആ ഹൃദയത്തിനകത്തു നിന്നാണ് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ജയം ആരംഭിക്കുന്നത്. അന്തരാത്മാവിൽ ശാക്തീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അകത്തനുഭവിക്കുന്ന ആഴമായൊരു ജയമുണ്ട്. ആഴമായൊരു ജയമുണ്ട്. അപ്പം ഒന്ന്, അന്തരാത്മാവിൽ താൻ അനുഭവിക്കുന്ന ആഴമായൊരു ജയം. രണ്ടാം ഭാഗം നമ്മൾ ആ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ അന്തരാത്മാവിൽ അനുഭവിക്കുന്ന ആ ജയത്തെ തന്നെ ഓർപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് തന്നെ വിളിക്കുക, വിശുദ്ധ ജീവിതത്തിനകത്ത് വിളിക്കുക. അതുകൊണ്ട് നമ്മൾ ആ 1 മുതൽ 17 വരെയുള്ള വാക്യം വരുമ്പോൾ അവിടെ ഒരു 4 രീതിയിലുള്ള കോൺട്രാസ്റ്റ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 2, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അടുത്തത് ജഡ സ്വഭാവമുള്ളവർ. 2, ആത്മസ്വഭാവമുള്ളവർ. 3, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ. അടുത്തത് ദാസ്യത്വത്തിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്.
കർത്താവ് 4 വിധത്തിൽ ആ ഭാഗത്തെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇങ്ങനൊരു വടംവലി ഇവിടെയുണ്ട്. എന്നാൽ ഈ വടംവലിയുടെ നടുവിൽ തന്നെയാണ് ഒരു വ്യക്തിക്ക് ആത്മാവിന്റെ അകമ്പടിയോടെ ജയമുള്ളത്. അതിൻ്റെ 16-ാമത്തെ വാക്യമാണ് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ ഒരു വാക്യം. അവിടെ നമ്മുടെ ഏറ്റവും അധികം ഉറപ്പെന്ന് പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ അടിസ്ഥാനപരമായി ഉറപ്പിക്കുന്ന ഘടകം ആത്മാവ് നമ്മോട് കൈമാറുക. നീ സാധാരണക്കാരനല്ല, നീതീകരിക്കപ്പെട്ടതിലൂടെ നീ ദൈവത്തിൻ്റെ മകനാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ എനിക്ക് എഴുതപ്പെട്ട മറ്റൊരു കാരണമില്ലെങ്കിലും എൻ്റെ അകത്ത് ദൈവാത്മാവുണ്ടെങ്കിൽ ആ ദൈവാത്മാവ് എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. എഴുതപ്പെട്ട 100 കാരണങ്ങൾ, അതിന് പ്രബന്ധങ്ങൾ 100 എഴുതിയില്ലെങ്കിലും അകത്ത് ഈ ആത്മാവുണ്ടെങ്കിൽ ഈ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാ, ഈ ആത്മാവ് നീതിയുടെ ആത്മാവാ, ഈ ആത്മാവ് സത്യത്തിൽ നടത്തുന്ന ആത്മാവാ. ഈ ആത്മാവ് എന്നെ നടത്തുമ്പോഴൊക്കെയും എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും. അപ്പം വിശുദ്ധ ജീവിതത്തിനായി എന്നെ ശാക്തീകരിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. empowered to embrace our identity, നമ്മുടെ വ്യക്തിത്വം എന്തെന്ന് നമ്മെ ഉറപ്പിക്കേണ്ടതിന് നമ്മെ എംപവർ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ്. നാം ആരെന്ന് ഞാൻ ഈ വായിച്ച അതേ വാക്യം തന്നെ പറയുക, നാം ദൈവ മക്കളെന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നാം ദൈവമക്കളെന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലെ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നല്ല, ഏത് സംഘടനയുടെ ഭാഗമാണെന്നല്ല, ഇവിടെ ഞാൻ എവിടെ ചലിച്ചുവെന്നല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകൻ എന്ന ബോധ്യമാണ് ഏതിന്റെ നടുവിലും തല ഉയർത്തി നിന്ന് ധൈര്യത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഇന്ന് ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പറയാം. ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മുടെ വ്യക്തിത്വത്തെ പറ്റി അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കുറ്റബോധത്തിനകത്ത് അല്ലെങ്കിൽ ഹൃദയ മുറിവുകൾക്കകത്ത് ഈ സമൂഹം ജീവിക്കുകയാ. ആഴമായ മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, സ്വന്തം വ്യക്തിത്വത്തെ പറ്റി ബോധ്യമില്ലായ്മ, സ്വയം ഇകഴ്ത്തിക്കളയുക, ആദിയായ പ്രവണതകൾക്കകത്ത് ഇന്ന് സംഭവിക്കുന്നത്. നമ്മുടെ സ്വന്തമായി എൻ്റെ വില എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, എൻ്റെ പദവി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ ആ ഭാഗത്ത് പറയും, പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയും നമ്മുടെ മേലുള്ള ദൈവം നമുക്കിട്ട വിലയും നമ്മിൽ നിന്നും മറച്ചു കളഞ്ഞ് ഒരാജ്ഞനായിട്ട് ജീവിക്കുന്നതാ പിശാച് നമുക്ക് മുകളിലിട്ടിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ നമ്മൾ ആ അജ്ഞത മാറി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ഉൾക്കാഴ്ചയാൽ ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ആന്തരിക തിരിച്ചറിവിലേക്ക് വന്നാൽ, എന്നെ എവിടെ തകർക്കാൻ നോക്കിയോ അവിടെ ഞാൻ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പറയും, ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട് അതിന്റെ നടുവിൽ എനിക്കൊരു ജയമുണ്ട്. പൗലോസ് പറയുന്നൊരു പദമുണ്ട്, നമ്മെ ദൈവം നിർമ്മിച്ചതങ്ങനെ സാൽപ്രവർത്തികൾക്കായിട്ട്, ദൈവത്തിന്റെ കൈപ്പണിയായി സാൽപ്രവർത്തികൾക്കായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടവരാ. വി ആർ ദ പോയിമ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ പോയിമയാണ്, നമ്മൾ ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ്. ദൈവത്തിന്റെ മാസ്റ്റർ പീസ്. ലിയോണാർഡോ ഡാവിഞ്ചിക്ക് ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, വില്യം ഷേക്സ്പിയറിന് മാസ്റ്റർ പീസ് ഉണ്ട്, ചാൾസ് ഡിക്കൻസിന് മാസ്റ്റർ പീസ് ഉണ്ട്. എന്നാൽ പറയുന്നു നമ്മൾ ദൈവത്തിന്റെ മാസ്റ്റർ പീസാ എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും സ്വയം ഇകഴ്ത്താൻ തോന്നുന്നെങ്കിൽ അതിന്റെ നടുവിൽ തല ഉയർത്തി പറയാൻ കഴിയും, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ ദൈവത്തിന്റെ മാസ്റ്റർ പീസാ. അകത്താത്മാവുള്ളവൻ ഇന്ന് പകൽ പിശാച് എന്റെ നേരെ വിരൽ ചൂണ്ടി എന്റെ വ്യക്തിത്വത്തിന് നേരെ, എന്റെ കഴിവുകൾക്ക് നേരെ, ദൈവം തന്ന പദ്ധതികൾക്ക് നേരെ വിരൽ ചൂണ്ടി പറയുന്നതിനെ ഇന്ന് രാത്രി വെല്ലുവിളിച്ചിട്ട് പറയണം, ഞാനൊരു സാധാരണക്കാരനല്ല, ഒരസാധാരണമായ ദൈവത്തിന്റെ നിയോഗവും പദ്ധതിയും ദൈവം എന്റെ മേൽ ഇട്ടിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ആ സാധാന്യ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുത്തുകൊണ്ട് എത്ര പേർക്ക് ആദരം തുറന്ന് പറയാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ കൈപ്പണിയ. ജീസസ്. ആത്മാഭാഗത്തുള്ള മനുഷ്യൻ ദൈവത്തിൽ താൻ അല്ലെങ്കിൽ താൻ ദൈവത്തിന്റെ കൈപ്പണിയാണെന്നുള്ള ബോധ്യത്തിലായിരിക്കും ആ മനുഷ്യൻ സഞ്ചരിക്കുന്നത്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ വരിക. ഈ ആത്മാവ് നമുക്ക് ബോധ്യം തരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ശക്തീകരിക്കുന്നതാണ്, നമ്മുടെ ബന്ധങ്ങളെ ശക്തീകരിക്കുന്നതാണ് ആത്മനിറവിന്റെ അനുഭവം എന്ന് പറയുന്നത്. എഫെസ്യ ലേഖനത്തിനകത്ത് 4:18 വരുമ്പം അവിടെ പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി. പക്ഷെ അനന്തര പാരഗ്രാഫ് നോക്കിയ അവിടെ ഭർത്താവിനെ പറ്റി പറയുന്നുണ്ട്, ഭാര്യയെ പറ്റി പറയുന്നുണ്ട്, യജമാനൻ ദാസനെ പറ്റി പറയുന്നുണ്ട്, മക്കളെ പറ്റി പറയുന്നുണ്ട്. ഇത് മുഴുവൻ പറയുന്നതിന് മുമ്പ് 4:18 പറയുന്നത് ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ നല്ല കുടുംബം, നല്ല സമൂഹം, നല്ല സമൂഹങ്ങൾ കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ആത്മനിറവിന്റെ ജീവിതം നയിക്കണം.
ആത്മനിറവിന്റെ ജീവിതം നയിച്ചാൽ മാത്രമേ നല്ല കുടുംബങ്ങൾ പുറത്തു വരത്തുള്ളൂ. ആത്മനിറവിന്റെ ജീവിതം നയിച്ചാലേ നല്ല സമൂഹം പുറത്തു വരത്തുള്ളൂ. അങ്ങനെങ്കിൽ ദൈവം പറയുന്നത് നല്ല ഭർത്താവാകാൻ അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല. ആത്മനിറവിന്റെ അനുഭവത്തിൽ വന്നാൽ ഒരുവന് നല്ല ഭർത്താവാകാൻ കഴിയും, നല്ല ഭാര്യയാകാൻ കഴിയും. അങ്ങനെയെങ്കിൽ പിശാച് കുടുംബങ്ങൾക്ക് നേരെ ഇന്ന് അഴിച്ചുവിടുന്ന എല്ലാ പ്രതിസന്ധികളിലും ഏറ്റവും പ്രാമുഖ്യമായ പരിഹാരം ആത്മനിറവിന്റെ ജീവിതം നയിക്കാൻ തയ്യാറായാൽ പിശാചിന്റെ പദ്ധതികളെ ജയിക്കാൻ അതിന്റെ നടുവിൽ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ആത്മനിറവിന്റെ ജീവിതം കുടുംബങ്ങൾക്ക് പരിവർത്തനം വരുത്തും. കുടുംബ ബന്ധങ്ങളിൽ ശാക്തീകരണം സംഭവിക്കും. ഞാൻ അവിടെ നിൽക്കുക അടുത്ത ഭാഗത്തേക്ക് പോവുകയാ. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആ ഉറപ്പ് ഞാൻ പറയാം, ഇതിനെയെല്ലാം വെല്ലുവിളിക്കാൻ ദൈവം നമുക്കൊരു ആന്തരിക കൃപ പകരും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സകലത്തെയും നമ്മൾ വെല്ലുവിളിക്കുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യും. ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ ശാക്തീകരണം നൽകിയ ആ വ്യക്തി കൗണ്ടർ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ 100 പേർ ഒരേ കാര്യം കൊണ്ട് തകർന്നു പോയത്, ഒരേ കാര്യം കൊണ്ട് തകരുന്ന അവസ്ഥ വന്നാൽ ആത്മനിറവ് കൊണ്ട് ആ തകർച്ചയെ എനിക്ക് ജയിക്കാൻ കഴിയും. ഈ ഭാഗം തന്നെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ ആ 3-ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പം അവിടെ പൗലോസ് പറയുന്നൊരു പദമുണ്ട്. 3 തിരിച്ചറിവുകൾ തനിക്ക് ഒന്നാമത് സംഭവിച്ചു. ദൈവം എനിക്ക് അനുകൂലമാണ്. രണ്ടാമത്തേത് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. മൂന്നാമത്തേത് ദൈവം എന്നെ നീതീകരിച്ചു. ഈ 3 തിരിച്ചറിവുകൾ തനിക്ക് സംഭവിച്ചു. അപ്പൊ ഈ തിരിച്ചറിവിനകത്ത് തിരഞ്ഞെടുപ്പ് സംഭവിച്ചു, 2 നീതീകരണം സംഭവിച്ചു, 3 ദൈവം എനിക്ക് അനുകൂലമാ. ഈ 3 തിരിച്ചറിവുകൾ തൻ്റെ അകത്ത് തനിക്ക് വന്നപ്പം 4-മതായിട്ട് 35 മുതലുള്ള വാക്യങ്ങളിൽ താൻ തിരിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്തു നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നീതീകരിക്കപ്പെട്ടുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നീതീകരണം എന്ന പദം ഒരു കോർട്ട് ലാംഗ്വേജ് ആണല്ലോ. ഇത് ഈ കോടതിയുടെ ഭാഷയാകുന്നത് കൊണ്ട് തന്നെ കോടതിക്കകത്തൊരു ന്യായാധിപനുണ്ട്, കോടതിക്കകത്തൊരു വാദിയുണ്ട്, പ്രതിയുണ്ട്, ആരോപിക്കപ്പെട്ട കുറ്റമുണ്ട്. ആ കുറ്റം അവിടെ നിർദ്ദയം തെളിയിക്കപ്പെട്ട് നിൽക്കുക. എന്നാൽ ഈ മനുഷ്യൻ നീതീകരിക്കപ്പെടണമെങ്കിൽ പകരം ഒരാൾ വേണം. എന്നാൽ മാനവകുലത്തിനു മുമ്പിൽ പകരം ഒരാളില്ല. അവന് മരണം ഉറപ്പായിട്ട് നിൽക്കുമ്പം ആ കോടതി മുറിക്കകത്തേക്ക് ഒരുവൻ വരികയാ. ആ മനുഷ്യൻ അവിടെ വന്നിട്ട് ഈ മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് അവന് പകരക്കാരനായി ആ പ്രതിക്കൂട്ടിനകത്തേക്ക് കയറി. അപ്പോൾ സ്വർഗീയ കോടതി ഈ മനുഷ്യനെ നോക്കി, മാനവകുലത്തെ നോക്കി വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, യു ആർ ജസ്റ്റിഫൈഡ്. നീ നീതീകരിക്കപ്പെട്ടു. നിന്റെ മെറിറ്റ് കൊണ്ടല്ല, നിന്റെ പകരക്കാരനായി ഒരുവൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നീ നീതീകരിക്കപ്പെട്ടു. ഇതിന്റെ മറ്റൊരു ചിത്രം വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. അവിടെ ആ പുസ്തകം തുറപ്പാൻ, അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനാരെന്ന ചോദ്യത്തിനകത്ത് സ്വർഗത്തിൽ ഒരാളെ കണ്ടില്ല, ഭൂമിയിൽ ഒരാളെ കണ്ടില്ല, ആ സമൂഹത്തിനകത്ത് ഒറ്റ മനുഷ്യനെ കണ്ടില്ല. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന യോഹന്നാനോട് പറഞ്ഞ ഒരു ദൂതുണ്ട്, നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, മറിച്ച് ഈ പുസ്തകം തുറപ്പാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും ഒരുവൻ യോഗ്യനാണ്. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ ഈ മുദ്ര പൊട്ടിപ്പാൻ അവിടുന്ന് യോഗ്യനാണെങ്കിൽ മാനവകുലത്തിന് കഴിയാത്തത്, പ്രഗൽഭന്മാർക്ക് കഴിയാത്തത് യേശു തന്റെ ദേഹം എന്ന തിരശീല ചിന്തി നമുക്ക് വേണ്ടി നിർവഹിച്ചു തന്നെങ്കിൽ, യേശു ക്രിസ്തു മുഖാന്തരം നീതീകരണം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഉള്ളു തുറന്ന് സന്തോഷിച്ച് ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ. അടിമത്തത്തിന്റെ അമിക്കയറുകളെ അറുത്തുമാറ്റി യേശു ക്രിസ്തു മുഖാന്തരം എന്നെ നീതീകരിച്ച ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു മുഖാന്തരം നീതീകരണം നാം അനുഭവിച്ചു. ഈ നീതീകരണം അനുഭവിച്ച ഒരു വ്യക്തി അപ്പൊ തിരഞ്ഞെടുത്തു, നീതീകരണം അനുഭവിച്ചു. അത് അനുഭവിച്ച വ്യക്തിയാ പറയുന്നത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? അതൊരു തിരിച്ചു ചോദ്യമാ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? ഈ തിരിച്ചു ചോദ്യത്തിന് അടുത്തൊരു പറവ ആ 35 തൊട്ട് കാണുന്നത്. അവിടെ നമ്മൾ 3 കാര്യം ദൈവത്തിന്റെ തിരഞ്ഞെടുത്തൊരു ദൈവ, നീതീകരിച്ചൊരു ദൈവ. അടുത്തത് ഈ മനുഷ്യനെ അനുകൂലമാക്കിയതും ദൈവ. 4-ാം ഭാഗം തിരിച്ച് താൻ ചോദിക്കുക, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ തൻ്റെ പ്രതികരണം പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാണ്. ശാക്തീകരിക്കപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രതിസന്ധികളെ നോക്കി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നവനാണ് ശാക്തീകരിക്കപ്പെട്ട മനുഷ്യൻ. എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ഒടുക്കിക്കളയാൻ നിൽക്കുന്ന സാഹചര്യങ്ങളെ, അതിൻ്റെ അടിവേരുകളെ അറുത്തുമാറ്റി ആത്മാവിൻ്റെ അകമ്പടിയാൽ തിരിച്ചു വെല്ലുവിളിക്കാൻ എൻ്റെ അകത്ത് ശക്തി നൽകുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവെങ്കിൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? തിരിച്ചു വെല്ലുവിളിക്കാൻ പാകത്തിന് എനിക്ക് ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. തിരിച്ചു വെല്ലുവിളിക്കുക.
ഇവിടെ ഞാൻ ആ ഭാഗം വായിച്ചു വന്നപ്പോൾ എന്നെ ഇവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്തും നമ്മെ വേർപിരിക്കുന്ന 1 2 അല്ല, 18 കൂട്ടം കാര്യങ്ങളുണ്ട്. ഈ 18 കൂട്ടം കാര്യങ്ങൾ ഒരു 18 പാടിയായിട്ട് കണ്ട് ഈ മനുഷ്യൻ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ജയഭേരി മുഴക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് തകർത്തെറിയപ്പെട്ടത് ഈ താഴെ കിടക്കുന്ന മുഴുവൻ കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത, ഇപ്പോഴുള്ളത്, വഴിമനുള്ളത്, ഉയരത്തിന് ആഴത്തിന്, ജീവന്, മരണം, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇത് ഒടുക്കിക്കളഞ്ഞ് ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിനെയൊക്കെ ആത്മനിറവിൻ്റെ ജീവിതം കൊണ്ട് ജയിച്ച് അതിൻ്റെ മുകളിൽ നിന്നിട്ട് പറയുക, ഇനി അതൊക്കെ വന്നാലും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം നേടിയിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് മുമ്പിൽ വരുന്നത് എന്തെന്നുള്ളതല്ല വിഷയം, നമ്മുടെ അകത്തുള്ള ആത്മനിറമാണ് വിഷയം. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധി ല്ല വിഷയം, നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവശക്തിയാണ് വിഷയം. എത്ര പേർ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കുന്നുണ്ട്, എന്റെ മുമ്പിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ കവിയുന്ന ഒരാത്മശക്തി ദൈവം എൻ്റെ അകത്ത് തന്നിട്ടുണ്ടെന്ന്, ആത്മശക്തിയാൽ ഞാൻ ശക്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അകത്ത് ഉറപ്പുണ്ടെങ്കിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ആത്മനിറവിനാൽ എനിക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഫുട്ബോളിനകത്ത് നമ്മൾ കേൾക്കുന്നൊരു പദമുണ്ട്, ചിലപ്പോഴൊക്കെ 90 മിനിറ്റ് ആകുന്നതിന് മുൻപ് 80 മിനിറ്റ് ഒക്കെ ആകുമ്പം ഒരു ടീം 2 ഗോളിന് പുറകിലാണ്. സ്വാഭാവികമായി കമൻറ്റേറ്റേഴ്സ് പറയാൻ തുടങ്ങി, സമൂഹം പറയാൻ തുടങ്ങി, ആ ടീം തോറ്റുപോകും. പക്ഷേ അവർ തീരുമാനിച്ച് തോക്കാൻ മനസ്സില്ല. അടുത്ത 10 മിനിറ്റ്, എക്സ്ട്രാ ടൈം കിട്ടിയാൽ ഒരു 5 മിനിറ്റ്, ഇത് ഞങ്ങൾ കൈ മെയ് മറന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാ. അവിടെ ഗോളി ഉൾപ്പെടെ ഒരു മുഴുവൻ ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും സ്ട്രൈക്കേഴ്സും എല്ലാവരും ഒരുപോലെ നിരനിന്ന ആക്രമണം അങ്ങോട്ട് അടിച്ചു വിട്ടു. അടുത്ത 15 മിനിറ്റിനകത്ത് 2 ഗോളിന് പകരം വീണത് 3 ഗോളാണ്. തോൽക്കുമെന്ന് സമൂഹം മുഴുവൻ പറഞ്ഞപ്പം അതിൻ്റെ നടുവിൽ ചങ്കുറപ്പോടെ തിരിച്ചടിച്ച് അവർ ജയിച്ചതിന് പറയുന്ന പേര് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അവർ ജയിച്ചതാ. അങ്ങനെയെങ്കിൽ ആത്മീക ജീവിതത്തിനകത്ത് മുഴു ലോകവും നമുക്ക് ചുറ്റും എതിർത്ത് നിൽക്കുമ്പം, പൈശാചിക ശക്തി ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനെ തിരിച്ചടിച്ചിട്ട് അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം നേടിയിരിക്കുന്നെന്ന് പറയാൻ കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ട്. ഒരു ഒട്ടുമിക്ക സാഹചര്യങ്ങളും എതിരാണെങ്കിലും അതിനെ കവിയുന്ന ദൈവശക്തി അകത്തുണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കുന്നെങ്കിൽ അതിന്റെ നടുവിൽ എനിക്ക് ജയമുണ്ട്. പൗലോസിന്റെ ലൈഫ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പൗലോസ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ ജീവിതത്തിനകത്ത് മാറാത്ത ജീവിതത്തിൻ്റെ അവസ്ഥകളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും താൻ ദൈവത്തോട് ചോദിച്ചു മാറ്റിത്തരണം. പക്ഷെ 3 വട്ടം ചോദിച്ചു പറഞ്ഞു മാറത്തില്ല പൗലോസെ, ചിലത് മാറത്തില്ലെന്ന്. ഒരു നിത്യ ബാധ്യതയായിട്ട് അകത്ത് കിടക്കുക, തൻ്റെ അകത്ത് ശൂലം കിടക്കുക, പലവട്ടം പ്രാർത്ഥിച്ചു, ഒത്തിരി വട്ടം പിടിച്ചു വെക്കുന്ന ആളൊന്നുമല്ല പൗലോസ്. ദൈവം പറയുന്നതിനെ അതതിൻ്റെ ലെവലിൽ സെൻസ് ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാ. പക്ഷെ 3 വട്ടം പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ മറുപടി പൗലോസെ മാറത്തില്ല, ഈ മുറിവ് ഉണങ്ങത്തില്ല, ഇത് നിനക്ക് നൽകിയിരിക്കുന്ന ഒരു ശൂലമാ. പക്ഷെ അതിനപ്പുറത്ത് പറഞ്ഞു, ഇതിനപ്പുറത്ത് ഞാൻ ഒന്ന് തരും, അത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരിക. തൻ്റെ സാഹചര്യങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ ശക്തി ലഭിക്കപ്പെട്ട പൗലോസ് പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതകളിലും പ്രശംസിക്കുമെന്ന്. ഇന്നലത്തെ പ്രതിസന്ധി ഇപ്പം തനിക്ക് പ്രതിസന്ധിയല്ല, ഇന്നലത്തെ തന്റെ പരാജയം ഇന്ന് തനിക്ക് പരാജയമല്ല. ഈ ശക്തി അകത്താവസിച്ചപ്പോ അതിന്റെ നടുവിലും ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറയാൻ സ്വർഗം അവന് കരുത്തു നൽകിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, പ്രതിസന്ധികളെ നോക്കി തിരിച്ചു വെല്ലുവിളിക്കാൻ ദൈവം നമുക്ക് കരുത്തു തരും. അത് ദൈവം തരുന്ന കരുത്താ. നമ്മൾ ഒറ്റയ്ക്ക് അത് നേരിട്ടിരുന്നെങ്കിൽ എപ്പോഴേ തകർന്നു പോയനെ. പക്ഷെ ദൈവം തരുന്ന കരുത്തിനാൽ അവിടെ നമുക്ക് നിൽക്കാൻ കഴിയും. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമൂഹത്തോട് ഒറ്റ വാക്കിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ പരാജയപ്പെട്ട, മാനുഷിക തലങ്ങളിൽ പരാജയപ്പെട്ട ഒത്തിരി സമയമുണ്ട്. പക്ഷെ അതിന് നടുവിൽ തമ്പുരാൻ ഞങ്ങളെ എംപവർ ചെയ്ത് നിർത്തി, കൃപ പൊതിഞ്ഞു തന്നുകൊണ്ട് മാത്രം ബാക്കി നിൽക്കുന്നേ. അതല്ലെങ്കിൽ എപ്പോഴേ മണ്ണോട് മണ്ണിച്ചിറങ്ങാൻ പറ്റുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടായത്, പരമ്പരയായിട്ട് വന്ന പ്രതിസന്ധികൾ. എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വന്ന പ്രതിസന്ധിക്കകത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ആടി ഉലഞ്ഞ സമയമുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിൻ്റെ കൃപയുണ്ടേ അത് മതി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ദേശത്തേക്ക് വരുന്നതിനും ഞാൻ അധികം ഇടത്തത് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ദേശത്തേക്ക് വരുന്നതിന് ഒരാഴ്ച പുറകിൽ ഈ കഴിഞ്ഞ 4 വർഷത്തില്ലാത്ത പ്രതിസന്ധിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവൾ കടന്നുപോയി.
അതിനു മുമ്പ് കീമോതെറാപ്പി നടന്നതാണ്, 10 മണിക്കൂർ നീണ്ട സർജറി, റേഡിയേഷൻ എല്ലാം നടന്നതാണ്. പക്ഷേ കഴിഞ്ഞ 3.5 വർഷം ശാന്തമായിട്ട് പോയതാ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ വന്നതിന് ഒരാഴ്ച പുറകിൽ കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അന്ന് തൊട്ട് കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. എന്നാൽ ഒരു മരുന്നല്ല, ഒരുമിച്ച് 4 മരുന്ന് കഴിച്ചിട്ടും ബോഡി അതിനോട് പ്രതികരിക്കാത്ത സമയം വന്നു. ഇവിടേക്ക് വരുന്നതിന് ഒറ്റയാഴ്ച മാത്രം ബാക്കി. ഒത്തിരി പ്രതിസന്ധികൾ വന്നു. ഡോക്ടർമാർ പോലും എന്തെന്ന രീതിയിൽ അമ്പരപ്പെട്ടു നിന്ന സാഹചര്യങ്ങൾ. അടുത്ത ദിവസം സ്കാനിങ് മറ്റു കാര്യത്തിനു വേണ്ടിയെല്ലാം പോയി. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഭ, സമൂഹം, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളെ അറിയാവുന്ന ചില ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ചില പ്രതിസന്ധിക്കകത്ത് മാറാൻ പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മാറില്ല, അതിനകത്ത് എൻ്റെ കൃപ തരും. പക്ഷെ ഈ പ്രതിസന്ധി അനിവാര്യമായി നിന്നപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അതിനകത്ത് ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കണം. അന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വൈഫ് ഒരു സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തോ തകർന്നു മാറുന്നത് പോലെ അവിടെ ഒരു ദൈവശക്തി ഇറങ്ങി വന്നു. അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അടുത്ത കൊളോണോസ്കോപ്പി മറ്റ് ടെസ്റ്റുകളിലൂടെ മുഴുവൻ കടന്നുപോയി. അന്ന് രാത്രി തമ്പുരാൻ്റെ ശക്തി ഇറങ്ങി വന്ന് തകർത്തെറിഞ്ഞു. പണ്ടത്തതിനേക്കാൾ ആ പാത്ത് മുഴുവൻ ക്ലിയറാക്കി ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞത്, ചില നേരങ്ങളിൽ പ്രതിസന്ധികൾ നമ്മെ മുക്കുമെന്ന് തോന്നും. പക്ഷേ അതിൻ്റെ നടുവിൽ തമ്പുരാൻ പകരുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ടെങ്കിൽ, ദൈവം പകരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ പരാജയപ്പെടത്തില്ല. അതിൻ്റെ നടുവിൽ ധൈര്യത്തോടെ മുന്നേറാൻ കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അന്തരാത്മാവിൽ ചില ആഴത്തിലെ മുറിവുകൾക്കകത്ത് ശാക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. അടച്ചിട്ട മുറിക്കകത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ അന്തരാത്മാവ് മുഴുവൻ പ്രതിസന്ധിയാ, മുഴുവൻ ഭയമാ. ഈ ഭയം മാറിയിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ അടച്ചിട്ട മുറിക്കകത്ത് പരസഹായം കൂടാതെ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഇറങ്ങി വരാൻ കഴിയുന്നവനുണ്ട്. അവിടുന്ന് അവശേഷിപ്പിച്ച ഒരു കാര്യമുണ്ട്, ആണിപ്പാടേറ്റ കരം ഇപ്പോഴും അവിടുത്തെ ആണിപ്പാട് അവിടുത്തെ കരത്തിലുണ്ട്. ഞാൻ ചിന്തിച്ചു, ഈ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ശരീരത്തിനകത്ത് ഈ ആണിപ്പാടിന്റെ ആവശ്യമില്ല. എന്നാൽ അവശേഷിപ്പിച്ചത് അവരുടെ സമാധാനമാ. ഈ ആണിപ്പാടേറ്റ കരം ഇവിടെ ഉണ്ടെങ്കിൽ, തുളയ്ക്കപ്പെട്ടൊരു മാർവുണ്ടെങ്കിൽ, അത് കാണിക്കപ്പെടുന്നത് ഇത് കാണുന്നവരുടെ അകത്ത് ദൈവം തരുന്നൊരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആഴത്തിൽ ഹൃദയത്തിൽ മുറിവേറ്റവർ ഉണ്ടെങ്കിൽ, ആണിപ്പാടുള്ള കരത്താൽ ഇന്ന് രാത്രി തൊടാൻ കഴിയുന്നവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആണിപ്പാടേറ്റ കരത്താൽ മനുഷ്യന് തൊടാൻ കഴിയാത്ത, നാളുകളായിട്ട് ഉണങ്ങാത്ത ഹൃദയ മുറിവുകളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങി വന്ന് ചില ഹൃദയ മുറിവുകളെ, ചില ഹൃദയത്തിന്റെ തകർച്ചകളെ അത്ഭുതകരമായി ഹീൽ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുന്നത് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ആണിപ്പാടേറ്റ യേശുവിന്റെ കരത്താൽ ഇന്ന് രാത്രി ഇന്നർ ഹീലിംഗുകൾ, ആന്തരിക സൗഖ്യങ്ങൾ ഈ രാത്രി സംഭവിക്കുക. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങട്ടെ. ആ ദൈവികമായ ഒരു ഇന്നർ ഹീലിംഗുകൾ ഇന്ന് രാത്രി സംഭവിക്കുക. മനുഷ്യന് തൊടാൻ കഴിയാഞ്ഞത്, സൈക്കാട്രിസ്റ്റുകൾക്ക് തൊടാൻ കഴിയാഞ്ഞത്, മനോരോഗ വിദഗ്ധർക്ക് തൊടാൻ കഴിയാത്തത്, ആഴത്തിൽ തൊടാൻ കഴിയുന്ന യേശുവിന്റെ അത്ഭുത ഇടപെടലുകൾ ആത്മാവിൽ ഇന്ന് രാത്രി പ്രതികരിച്ചു തുടങ്ങട്ടെ. അത്ഭുതകരമായ ആന്തരിക സൗഖ്യം ഇന്ന് രാത്രി സംഭവിക്കുക. മനുഷ്യന് തൊടാൻ കഴിയാത്ത, നിങ്ങൾ പോയ ഒരിടത്തും സ്പർശിക്കാൻ കഴിയാത്ത വിഷയത്തെ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ശാക്തീകരണത്താൽ അതിന്മേൽ സ്പർശിക്കപ്പെടുക. ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരിക. വിശ്വസിക്കുന്നവർ കാരമടിച്ച് ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ദൈവത്തിന്റെ കരത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ാണിപ്പാടുള്ള യേശുവിന്റെ കരത്താൽ, അത്ഭുതകരമായി ചലിക്കുന്ന യേശുവിന്റെ കരത്താൽ ഇന്ന് രാത്രി തിരിച്ചു വെല്ലുവിളിക്ക്. പ്രതിസന്ധിയെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, രോഗമെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, മാനസിക വൈഷമ്യങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവമഹത്വം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരിക. വിശ്വസിക്കുന്ന ശരീരങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ അത്ഭുതകരമായ ശാക്തീകരണം ഇതിനകത്ത് സംഭവിക്കുക. ആഴത്തിലുള്ള മുറിവുകളുടെ മേൽ ദൈവിക സൗഖ്യങ്ങൾ, ദൈവിക ഇന്നർ ഹീലിംഗുകൾ ഇന്ന് രാത്രി സംഭവിക്കുക. മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ അഴിഞ്ഞു മാറുക. അന്തരാത്മാവിലുള്ള വല്ലാത്ത വൈഷമ്യങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറുക. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ആ കാൽവറിയുടെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി.
ഓ ജീസസ്, ഇന്ന് രാത്രി ആ ശക്തി നമ്മെ സ്പർശിക്കുക. ഈ ആത്മാവ് നമ്മെ വഴികാട്ടും. എവിടെ വരെ വഴികാട്ടും, എവിടെ വരെ വഴികാട്ടും. അതാണ് അതിൻ്റെ മിഡ് ഭാഗത്തുള്ള ഒരു എസ്കറ്റോളജി ഉണ്ട്, ഒരു ഭാവികാല ആസ്പെക്റ്റ് ഉണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുക, അകത്ത് ഞരങ്ങുക. എന്തിനാ ഞരങ്ങുന്നത്? നമ്മിൽ വെളിപ്പെടുവാനുള്ളൊരു തേജസ്സുണ്ട്. ഈ വരുത്തുന്ന രൂപാന്തരത്തെപ്പറ്റി പൗലോസ് ഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. ഇന്നിൻ്റെ താഴ്ചകൾ, ഇന്നിൻ്റെ പരിധികൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി. അതിനെ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത് പറയാ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഈ ശക്തിയാൽ നിങ്ങളെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഈ ആത്മാവ് വഴികാട്ടി എന്നെ ആ ദിനം വരെ വഴികാട്ടാൻ ശക്തിയുള്ളതാണ്. കണ്ണുകൾ ഇന്ന് രാത്രി അടയട്ടെ, ഹൃദയങ്ങൾ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടട്ടെ. ആത്മാവിന്റെ ഒരു വഴികാട്ടൽ ഇന്ന് രാത്രി നമ്മൾ സംഭവിക്കാം. എല്ലാവരും ഒരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്ന് രാത്രി ജീവിതത്തിന്റെ ആരംഭ നിമിഷം മുതൽ പാപത്തിനകത്തു നമ്മെ വീണ്ടെടുത്ത ആത്മാവിനെ നമ്മുടെ അകത്തു തന്ന് ആത്മാവിനെ നമ്മെ വഴികാട്ടി തേജസ്സിന്റെ ഉറപ്പ് നമ്മുടെ അന്തരാത്മാവിൽ തന്ന് നമ്മുടെ കഷ്ടതയ്ക്കകത്ത് നമ്മെ തിരഞ്ഞെടുത്തെന്നും നമ്മെ വീണ്ടെടുത്തെന്നും നമ്മെ നീതീകരിച്ചെന്നും നമുക്ക് അനുകൂലമാണെന്നുള്ള ഉറപ്പ് തന്ന് അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ കൃപ തന്ന് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴികാട്ടുമെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ വിശ്വസിക്കും.